എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിറ്റോ വർഗീസ്. തൃശ്ശൂരെ അരുമ്പൂർ പഞ്ചായത്ത് മനക്കുടി എന്ന ഗ്രാമത്തിലാണ് എൻ്റെ സ്ഥലം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് 162 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ അതിമഹത്തരമായിട്ടുള്ള, പകരം വയ്ക്കാൻ പറ്റാത്ത, മറ്റൊരു കമ്പനിക്ക് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു ബിസിനസ് പ്ലാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. ഇവിടെ ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും മൂന്നും കൂടി നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കമ്പനി നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ്. ഫിസിക്കലുമായും ഡിജിറ്റലായും ബിസിനസ് ചെയ്യാനുള്ള അവസരമാണ് ഇവിടെയുള്ളത്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് കടകളിൽ പോയി വാങ്ങുന്ന രീതിയാണെങ്കിൽ, ഡിജിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ നമ്മുടെ മൊബൈൽ ത്രൂ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ സാധനങ്ങൾ വാങ്ങാനുള്ള അവസരമാണ് ഇവിടെയുള്ളത്. അടുത്ത് നമുക്ക് ടെക്നോളജി ചേഞ്ചസ് നോക്കാം. ഓരോ കാലഘട്ടത്തിലും അതിനനുസൃതമായിട്ടുള്ള ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്നു. പണ്ട് കാലങ്ങളിൽ ഒരു പ്രദേശത്ത് ആ പ്രദേശത്തെ മൊത്തം നിവാസികൾ ആശ്രയിക്കുന്നത് ആ പ്രദേശത്തെ ഏറ്റവും പ്രമുഖമായ വ്യക്തിയുടെ വീട്ടിലുള്ള ടെലിഫോണിനെ ആയിരുന്നു. എന്നാൽ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഓരോ വ്യക്തിയുടെ കയ്യിലേക്കും ഒന്നോ രണ്ടോ ആൻഡ്രോയിഡ് ഫോണുകൾ എത്തുന്ന രീതിയിലുള്ള ടെക്നോളജി മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. അടുത്ത നമുക്ക് ഈ കമ്പനിയുടെ യൂണീക്നെസ് ആയിട്ടുള്ള കാര്യം നോക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുക, 4 ഗ്രോയിങ് ഇൻഡസ്ട്രി കൂടിച്ചേരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയെ വിളിക്കുന്ന പേരാണ് ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത്. എന്താണ് ആ 4 കമ്പനികൾ 4 ഇൻഡസ്ട്രി എന്ന് നോക്കുകയാണെങ്കിൽ, 1 ഇ-കൊമേഴ്സ്, 2 ഡയറക്ട് സെല്ലിംഗ്, 3 റെഫറൽ മാർക്കറ്റിംഗ്, 4 ഹെൽത്ത് ആൻഡ് വെൽനസ്. നമുക്ക് ഓരോന്നും നോക്കിയാലോ. ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫോണിലൂടെയോ ലാപ്ടോപ്പിലൂടെയോ ടാബിലൂടെയോ മറ്റു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയോ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇ-കൊമേഴ്സ് എന്നുള്ളത്. ഇത് പവർഫുള്ളാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, 2009 $390 കോടി ബിസിനസ്സാണ് നടന്നിട്ടുള്ളത്. 2016 $3800 കോടി ബിസിനസ് നടന്നു കഴിഞ്ഞു. ഈ വർഷങ്ങളെല്ലാം നമ്മൾ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു റീറ്റെയിൽ റവന്യൂ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകാൻ വഴിയില്ല. എന്നാൽ 2026 $20,000 കോടി ബിസിനസ്സാണ് നടക്കാൻ പോകുന്നത്. 20,000 കോടിയുടെ ബിസിനസ് നടക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇതിൽ എത്രമാത്രം പാർട്ടിസിപ്പേഷൻ ആകാൻ പറ്റുന്നു എന്നുള്ളതൊരു ചോദ്യമാണെങ്കിൽ, ഇ കൊമേഴ്സിൻ്റെ സാധ്യത, ഇ കൊമേഴ്സിൻ്റെ പവർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. അടുത്തതാണ് ഡയറക്ട് സെല്ലിംഗ്. ഉപഭോക്താവിന് ഉൽപ്പന്നം ഉണ്ടാക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് ലഭ്യമാകുന്ന സാഹചര്യം. അപ്പോൾ ഉപഭോക്താവ് ഉൽപ്പന്നം ഉണ്ടാക്കുന്ന വ്യക്തിയുടെ നിന്ന് ഉൽപ്പന്നം ലഭ്യമാകുമ്പോൾ ക്വാളിറ്റിയുള്ള റീസണബിൾ റേറ്റിന് പ്രൊഡക്റ്റ് ലഭിക്കുന്നു എന്നുള്ളതും ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നു എന്നുള്ളതും നിസ്സാര കാര്യമല്ല. അടുത്തത് റഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല കടകൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്? ആ സ്ഥലത്ത് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സർവീസ് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നല്ലതാണെന്നുള്ള വായ്മൊഴിയിലൂടെ വന്നിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഇരിക്കുന്നതും അതുപോലെ തന്നെ വായ്മൊഴിയിലൂടെ ഈ ഒരു അവസരത്തെ മനസ്സിലാക്കി കൊണ്ടാണ് നമ്മൾ ഇരിക്കുക. അടുത്തത് ഹെൽത്ത് ആൻഡ് വെൽനസ്. ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി. ഡോക്ടർ ലിനസ് പോളി പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം, മനുഷ്യ ശരീരം 2 രീതിയിലാണ് അസുഖത്തിലേക്ക് കടക്കുന്നത്. ഒന്ന്, ശരീരത്തിലെ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ, ലാക്ക് ഓഫ് ടോക്സിൻ അക്യുമുലേഷൻ. രണ്ടാമത്തത് ലാക്ക് ഓഫ് ന്യൂട്രീഷൻസിൻ്റെ അഭാവം. അപ്പോൾ ശരീരത്തിൽ ആവശ്യമായ ന്യൂട്രീഷൻസ് ഇല്ലായ്മയും ശരീരത്തിൽ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടുകയും ചെയ്യുമ്പോൾ മനുഷ്യ ശരീരം അസുഖത്തിലേക്ക് പോകുന്നു. അപ്പോൾ മനുഷ്യ ശരീരം അസുഖത്തിൽ നിന്ന് മാറാനുള്ള ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ അവൈലബിൾ ആണ് വെൽനസ് ഇൻഡസ്ട്രിയിൽ. നമ്മുടെ ബ്രെയിന്, നമ്മുടെ കണ്ണിന്, നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ബോണിന്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന വെൽനസ് ഉൽപ്പന്നങ്ങൾ, അത് ക്ലിനിക്കൽ സ്റ്റഡി കഴിഞ്ഞ് ക്ലിനിക്കൽ പ്രൂവൻ ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ GMP സർട്ടിഫൈഡ് ഉള്ള നിരവധി ഉൽപ്പന്നങ്ങൾ അവൈലബിൾ ആണ് വെൽനസ് ഇൻഡസ്ട്രിയുടെ പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഈ 4 തരത്തിലുള്ള ഇൻഡസ്ട്രി കൂടിച്ചേരുന്ന ഒരു ബിസിനസ്സാണ് ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് എന്നുള്ള കമ്പനിയുടെ. ഡയറക്ട് സെല്ലിങ്ങിൻ്റെ ഏറ്റവും വലിയ ബൂമിംഗ് ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നേറാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ത്യ ഒരു സ്ലീപ്പിംഗ് ഗിൽഡ് എന്നാണ് വിളിക്കപ്പെടുന്നത്. അത്രയധികം ബിസിനസ് അവസരമാണ് ഇവിടെ വരുന്നത്. 64,500 കോടി ബിസിനസ്സാണ് ഈ 2025 എക്സ്പെക്റ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കും വലിയൊരു ബിസിനസ് അവസരമാണ് ഇവിടെ നടക്കുന്നത്. അടുത്തത്, നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ സിലബസ് ഇന്ന് പല യൂണിവേഴ്സിറ്റികളിലും പഠന വിഷയമാക്കുന്നു എന്നുള്ളത് അത്ര നിസ്സാര കാര്യമല്ല. നമ്മളുടെ ഏറെ നമുക്ക് പരിചിതമായ അണ്ണാമല യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതുപോലെ പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ നോക്കുകയാണെങ്കിൽ ഹാർവർഡ് ബിസിനസ് സ്കൂൾ, അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് സെൻറ്റ് ഫ്രാൻസിസ്കോ പോലെയുള്ള നിരവധി അബ്രോഡുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു സിലബസ് ആക്കി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഈ ഒരു ബൂമിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ കമ്പനിയുടെ ലീഗാലിറ്റി ഒന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, അതുപോലെ GST സർട്ടിഫിക്കേഷൻസ് ആണ്. കൃത്യമായിട്ടുള്ള GST സർട്ടിഫിക്കേഷനോട് കൂടി കമ്പനിയുടെ എല്ലാ ലീഗാലിറ്റികളും എടുത്തുകൊണ്ട് മുന്നേറുന്ന ഒരു ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള ഒരു ബിസിനസ് സംരംഭമാണ് ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത്. ഈ കമ്പനി ഇന്ന് ഈ ഭംഗിയിൽ യാത്ര തുടങ്ങുമ്പോൾ ഈ കമ്പനിയെ ശക്തിപ്പെടുത്തുന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, 2021 ഡിസംബർ 28 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇവിടെ കൃത്യമായിട്ടുള്ളൊരു നിയമ സംഹിത കൊണ്ടുവന്നിരിക്കുന്നു.
ആ നിയമത്തിനെ അമെൻമെന്റോട് കൂടി പ്രാബല്യത്തിലാക്കിയതാണ് ഓരോ സ്റ്റേറ്റുകളും. അതിന്റെ ഓരോ കോപ്പികളാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ബിസിനസ് രീതിയാണ് എന്നുള്ളതാണ്. ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ത്യയിൽ ആരംഭം കുറിക്കുന്നത് ജൂലൈ 2018 8-ാം തീയതിയാണ്. അന്ന് പ്രമുഖമായ പത്രങ്ങൾ വന്നിട്ടുള്ള പേപ്പർ കട്ടിംഗ് ന്യൂസാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്. അന്നത്തെ ആ പ്രോഗ്രാമിന് ലൈറ്റ് ഓൺ കർമ്മം നടത്തിയത്, തിരുനാളം കത്തിച്ചത് അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രി പി തിലോത്തമൻ സാറാണ്. അന്ന് ആ പ്രോഗ്രാമിന് ആക്ടർ കൂടിയായിട്ടുള്ള തമന പാട്ടിയൊക്കെ ആ ഒരു പ്രോഗ്രാമിന് അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ ഉണ്ടായിരുന്നു. ഈ ഒരു കമ്പനിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ബോച്ചയാണ്. ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്നറിയപ്പെടുന്ന ബോച്ചയാണ് ഈ ഒരു കമ്പനിയുടെ ചെയർമാൻ ആയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം കൈവയ്ക്കുന്ന എല്ലാ ബിസിനസ് സംരംഭങ്ങളും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിനുള്ള ജ്വല്ലറി ഫീൽഡ് ആണെങ്കിലും, അതുപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളാണെങ്കിലും, ഓക്സിജൻ റിസോർട്ട് പോലെയുള്ള ടൂറിസം മേഖലയിലുള്ള കാര്യങ്ങളാണെങ്കിലും, ഇനി സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റുകളായാലും, അതുപോലെ തന്നെ കിച്ചൺ ഉൽപ്പന്നങ്ങളും അതുപോലെ ഫുഡ് ഉൽപ്പന്നങ്ങളുടെയും ഒരു പ്രൊഡക്ഷൻ പ്ലേസ് ആണെങ്കിലൊക്കെ അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബിസിനസ് സംരംഭങ്ങളാണ്. അതിൽ ഏറ്റവും ഇപ്പോൾ പറയപ്പെടേണ്ട ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് ബോച്ചെ ടീ ആണ്. 1000 ഏക്കർ വയനാട് അദ്ദേഹം വാങ്ങുകയും അവിടെ ലഭ്യമായ തേയിലയും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത തേയിലയും മിക്സ് ചെയ്തുകൊണ്ട് ബോച്ചെ ടീ എന്ന് പറഞ്ഞൊരു പുതിയ ബ്രാൻഡാക്കി അത് നമ്മുടെ മാർക്കറ്റിൽ ഇറക്കിയപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾ അത് ഏറ്റെടുക്കുകയും അതിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിലേക്ക് നമ്പർ 1 റേഞ്ചിലേക്ക് ഉയർത്താനും ആ ഉൽപ്പന്നത്തിന് സാധിച്ചു എന്നുണ്ടെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗ് രീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കമ്പനിക്ക് കൃത്യമായിട്ടുള്ള വിഷൻ ഉണ്ട്, കൃത്യമായിട്ടുള്ള മിഷൻ. നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും നല്ല ഉപഭോക്താക്കൾക്കായി അത്രയും നല്ല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ അതിന്റെ സാങ്കേതികവിദ്യ അടിസ്ഥാനപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും നല്ല റീറ്റെയിലർ ആകാനുള്ള അവസരമാണ് ഫിജിക്കാർട്ടിന്റെ വിഷൻ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഫിജിക്കാർട്ടിന്റെ മിഷൻ എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് വ്യവസായത്തിൽ സമ്പത്ത് സൃഷ്ടിക്കാനുള്ള അവസരവും ഷോപ്പിംഗിന്റെ ഡിജിറ്റൽ മാർഗവും പ്രദാനം ചെയ്യുന്നതിലൂടെ ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് ഫിജിക്കാർട്ടിന്റെ മിഷൻ. ഇന്ന് ഫിജിക്കാർട്ടിന്റെ തൃശ്ശൂരുള്ള മെയിൻ ഓഫീസുകളും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്. ലോകോത്തര നിലവാരത്തിൽ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് നെല്ലായിക്കടുത്തുള്ള സ്ഥലത്ത് പണി നടക്കുന്നത്, 5 നില ബിൽഡിംഗ് പണി നടക്കുന്നത്. കമ്പനിയുടെ ഹെഡ് ഓഫീസ് വരുന്നത് കിഴക്കേക്കോട്ടയിലാണ്, റിലയൻസിന്റെ മുകളിലാണ് ഹെഡ് ഓഫീസ് ഉള്ളത്. ചിറ്റുശ്ശേരിയിലെ 2 വലിയ ഗോഡൌണുകളാണ് കമ്പനിക്കുള്ളത്. കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ കയറി ചെയ്യാനുള്ള വെഹിക്കിളുകൾ, സ്വന്തമായ വെഹിക്കിളുകളുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റുകളുമാണ് ഈ ചിത്രത്തിലുള്ള കാണുന്നത്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സ്റ്റോറുകളും സൂപ്പർ സ്റ്റോറുകളും അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഫിജിക്കാർട്ട് എന്ന കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള ബ്രാൻഡുകളാണ് ഉള്ളത് എന്നുള്ളതാണ്. ഈ ബ്രാൻഡിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ബ്രാൻഡുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ആരിസുത്ത എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്, അത് വെൽനസ് ഉൽപ്പന്നങ്ങളും ക്ലീനിങ് ഉൽപ്പന്നങ്ങളും നമ്മുടെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന സോപ്പ്, പേസ്റ്റ്, ജെല്ല് പോലെയുള്ള ഉൽപ്പന്നങ്ങളും അവൈലബിൾ ആണ്. ഫിജിഗ്രീൻ എന്ന് പറയുന്നത് പലചരക്ക് ഉൽപ്പന്നങ്ങളാണ്. ഡി എന്ന് പറയുന്നത് ലെതറിന്റെ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡാണ്. ബോബീസ് എന്ന് പറയുന്നത് സുഗന്ധദ്രവ്യങ്ങളുടെ പൗഡറുകളും മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നുപോലെയുള്ള പൊടികളുടെ ബ്രാൻഡാണ്. വി റോയൽ എന്ന് പറയുന്നത് പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ മുഖത്ത് ഉപയോഗിക്കുന്ന സിറം, ലിപ് ബാം, ക്രീമുകൾ, ലോഷൻസ്, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡാണ് വി റോയൽ എന്ന് പറയുന്നത്. ഷിനോവ എന്ന് പറയുന്നത് ഫിജിക്കാർട്ട് കമ്പനിയുടെ ഏറ്റവും നല്ല ഒരു പെയിന്റ് ആണ്. 7 വർഷത്തെ ഗ്യാരണ്ടിയുള്ള, അകത്തും പുറത്തും അടിക്കാൻ പറ്റുന്ന, പൂപ്പലും പായലും വരാത്ത, കൂടുതൽ ഏരിയ കവർ ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് ഷിനോവയുടെ ബ്രാൻഡായിട്ടുള്ള പെയിന്റ്. പിന്നെ ലിവർ ഉള്ളത് നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങളും മിനറൽ ഫൈബറിന്റെ പാത്രങ്ങളും അടങ്ങിയ ബ്രാൻഡാണ്. ബോബിയൻ മഡോണ എന്ന് പറഞ്ഞ ഫാഷൻ ഡിസൈനിന്റെ ബ്രാൻഡാണ്. ബേബി ഗ്രീൻ എന്ന് പറഞ്ഞ കൊച്ചു കുട്ടികൾക്കുള്ള ഡ്രസ്സുകളും ഉൽപ്പന്നങ്ങളുമാണ് ഈ ഒരു ബ്രാൻഡിൽ വരുന്നത്. പിന്നെ സിവസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രാൻഡാണ്. സ്ലീവ് ലൈൻ എന്ന് പറയുന്നത് 100% പ്യുവർ കോട്ടന്റെ ബെഡ്ഷീറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഒസാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയ്ക്ക് അടങ്ങിയ ഒരു ബ്രാൻഡാണ്. അതുപോലെ അർബൻ സോയിൽ എന്ന് പറയുന്നത് ഓയിലുകളുടെ ബ്രാൻഡാണ്. അതിൽ മുടി കൊഴിച്ചിലുള്ള ഓയിലൊക്കെ വളരെ പ്രാധാന്യമുള്ള ഉൽപ്പന്നമാണ്. അതുപോലെ ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി അതർ പോപ്പുലർ ബ്രാൻഡുകളും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ക്ലീനിങ് പ്രൊഡക്റ്റുകളോ പെയിന്റോ, ഇനി ടൂർ പോകാൻ താല്പര്യമാണെങ്കിൽ ടൂർ പാക്കേജ് സെലക്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഗോൾഡോ ഡയമണ്ടോ പർച്ചേസ് ചെയ്തിട്ടോ, അതല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ പലചരക്കിൻ്റെയോ പാത്രങ്ങളുടെയോ ബെഡ്ഷീറ്റിൻ്റെയോ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് എനിക്ക് ഈ ബിസിനസ് അവസരത്തിലേക്ക് കയറി നിൽക്കാം. ഇവിടെ മറ്റുള്ള കമ്പനികളെ വെച്ച് ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരേ ഒരു പ്രാവശ്യം 100 സെയിൽസ് വോളിയത്തിന്റെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ ഈ ബിസിനസ് അവസരത്തിൽ ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു സെല്ലിങ്ങിന് ഏറ്റവും വലിയ അവസരമാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഫെബ്രുവരി 2025 19-ാം തീയതി ഡയറക്ട് സെല്ലിങ്ങിന് മാർഗരേഖ പ്രകാശനവും വെബ് പോർട്ടൽ ഉദ്ഘാടനവും ബോധവൽക്കരണ വീഡിയോയുടെ പ്രകാശനവും ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ചെയ്തു എന്നുള്ളതും
അതിൻ്റെ കർമ്മപരിപാടികളാണ് നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്നത്. കൃത്യമായിട്ട് ഈ പ്രവർത്തനം കേരള ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതിനപ്പുറം വേറെ ഒന്നും ഇവിടെ യുണീക്ക് ആയിട്ടുള്ള ഒരു ID നമ്പർ ലഭിക്കുകയാണ് ഫ്രീ ആയിട്ടുള്ള രജിസ്ട്രേഷനിലൂടെ. അങ്ങനെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ഒരു പാർട്ണർഷിപ്പ് രീതിയിലാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു വിതരണക്കാരനോ ഒരു തൊഴിലാളിയായിട്ടല്ല, പാർട്ണർ എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഈ ബിസിനസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് 2 രീതികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഓൺലൈൻ പ്രൊമോഷൻ, 2 ഫിസിക്കൽ പ്രൊമോഷൻ. ഓൺലൈൻ പ്രൊമോഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ ഓൺലൈൻ പ്രൊമോഷന്റെ ഒരു രീതിയാണ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്ന രീതി. രണ്ടാമത്തെ ഫിസിക്കൽ പ്രൊമോഷൻ, ഡയറക്റ്റ് ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന രീതിയാണ് ഫിസിക്കൽ പ്രൊമോഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ്, എങ്ങനെയാണ് ഇതിലെ എമൗണ്ടുകളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കുക? വളരെ സിമ്പിളാണ്. ഏതൊരു ഉൽപ്പന്നത്തിനും 100% MRP ഉണ്ടെങ്കിൽ അതിൻ്റെ 30% അതിൻ്റെ റീറ്റെയിൽ കോസ്റ്റും പ്രോഫിറ്റും കാര്യങ്ങളും മെറ്റീരിയൽ കോസ്റ്റൊക്കെ ആയിട്ട് വരുന്നത്. ബാക്കി വരുന്ന 70% അതിൻ്റെ എന്താ പറയുക, ഇടനിലക്കാർക്കും പരസ്യ കമ്പനിക്കും വേണ്ടി കൊടുക്കുന്ന എമൗണ്ടാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം പരസ്യ കമ്പനിക്കും ഇടനിലക്കാർക്ക് കൊടുക്കുന്ന 70%മാണ് ഫിജിക്കാർട്ടിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കയറി നിന്നാൽ 7 തരത്തിലുള്ള വരുമാനങ്ങളാണ് കിട്ടുക. റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. അപ്പോൾ നമുക്ക് ഓരോന്നൊന്നും വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടൊന്ന് നോക്കിയാലോ. റീറ്റെയിൽ പ്രോഫിറ്റ്, ഞാൻ ഈ ബിസിനസിന്റെ ഭാഗമായി കയറി വരുമ്പോൾ 100 സെയിൽസ് ഒളിയത്തിൻ്റെ ഒറ്റ പർച്ചേസിൽ ചെയ്തിട്ട് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കയറി വന്നു. ഇങ്ങനെ കയറി വരുമ്പോൾ ഞാൻ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് MRPയും ഡിസ്കൗണ്ട് പ്രൈസും ഉണ്ട്. ഓൾറെഡി ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഞാൻ ബില്ല് ചെയ്യുക. അതിൻ്റെ പുറമെ ഫിജിക്കാർട്ടിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഫിജി ബക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അഡീഷണൽ ഡിസ്കൗണ്ട്. അങ്ങനെ അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടുന്ന രീതിക്കാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ ബിസിനസ്സിന്റെ ഭാഗമാകുമ്പോൾ ഓൾറെഡി കമ്പനി എനിക്ക് ഡിജിറ്റലായിട്ടാണ് പാർട്ണർ സ്റ്റോർ നൽകുന്നത്. അപ്പോൾ ഈ ഒരു അവസരം എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്കോ ട്രിപ്ലിക്കൻ്റ് വെബ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ലിങ്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും, ഡിസ്കൗണ്ട് ത്രൂ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ അവിടെ പർച്ചേസ് ചെയ്യുന്ന ഉൽപ്പന്നത്തിന്റെ അഡീഷണൽ ഡിസ്കൗണ്ട് ഫിജി ബക്സ് ആരാണ് അയച്ചു കൊടുക്കുന്നത് ആ വ്യക്തിക്ക് ലഭ്യമാകും. അതാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഇത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഒന്നല്ല, പക്ഷേ ഒരു വരുമാന രീതി തന്നെയാണ്. അടുത്തതാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. ഈ ഒരു കാര്യം നമ്മൾക്ക് ഇതിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബിസിനസ് വലുതാവുമ്പോൾ ലഭ്യമാകുന്ന വരുമാനമെന്ന്. ഇത് കണക്കാണ്. കണക്ക് എവിടെയാണെങ്കിലും ഒരേപോലെയാണ്. ഈ ബിസിനസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ ഈ ബിസിനസ്സിന്റെ ഭാഗമായി റൈറ്റിലും ലെഫ്റ്റിലും ഞാൻ ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ടീമിലൂടെ ബിസിനസ് മാച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് വരുമാനം ലഭിക്കുന്നത്. എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു ഓർഗനൈസേഷനിലൂടെ ഒരു സെയിൽസ് വോളിയവും ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഓർഗനൈസേഷനിലൂടെ ഒരു സെയിൽസ് വോളിയവും ബിസിനസ് നടന്നാൽ ഓരോ സെയിൽസ് വോളിയം മാച്ച് ചെയ്യുമ്പോൾ 20 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നു. 100 സെയിൽസ് വോളിയമാണ് മാച്ച് നടക്കുന്നുണ്ടെങ്കിൽ 2000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നു. 500 ആണെങ്കിൽ 10,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും ബിസിനസ് എപ്പോഴും ഒരേപോലെ നടക്കണമെന്ന് നിർബന്ധമില്ല. അവിടെ ഒരു സൈഡിൽ 500ഉം ഒരു സൈഡിൽ 1000ഉം വന്നാൽ 500 മാച്ച് ചെയ്ത് 10,000 നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ബാലൻസ് വരുന്ന 500 ക്യാരി ഫോർവേഡ് ചെയ്ത് നെക്സ്റ്റ് ഡേയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ദിവസം 500 മാച്ച് ചെയ്ത് 30,000 വരെ ലഭിക്കാനുള്ള അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. 20 രൂപ മുതൽ 30,000 വരെ ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു ബിസിനസ് പ്ലാനാണ് ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിലുള്ളത്. ഇത് പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ TDS കട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുക. ഇവിടെ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ 100 സെയിൽസ് വോളിയം മാച്ച് ചെയ്യുന്നത് വരെ 1:2 അഥവാ 2:1 എന്നുള്ള രീതിയിലാണ് ഇതിന്റെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും, സാധാരണക്കാർക്കും അസാധാരണക്കാരനാകാൻ പറ്റുന്ന ഏറ്റവും വലിയ അവസരമാണ് ഫിജിക്കാർട്ടിലൂടെ നൽകുന്നത്. ഇവിടെ ഓരോ ടീമിലും നടക്കുന്ന ബിസിനസ് നമുക്ക് ഏറ്റവും വലിയ അസറ്റായി മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് എന്ന് പറയുന്നത്. അടുത്തത് ജനറേഷൻ ബോണസ്. ഈ ബിസിനസിന്റെ ഭാഗമായി ഞാൻ നിരവധി വ്യക്തികളിലേക്ക് ഈ ആശയം എത്തിക്കുകയും അവരോട് ഈ ആശയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാകുകയാണെങ്കിൽ അവർ ഈ ബിസിനസിന്റെ ഭാഗമായി എന്നോടൊപ്പം ഉണ്ടാകും. അങ്ങനെ എന്നോടൊപ്പം ഉണ്ടാകുന്ന വ്യക്തികളിലൂടെ നിരവധി വ്യക്തികളുണ്ടാകും. അങ്ങനെ ഞാൻ കൊണ്ടുവരുന്ന വ്യക്തികളിലൂടെ നിരവധി വ്യക്തികളുണ്ടാകുമ്പോൾ അവരിൽ നിന്ന് തുടങ്ങുന്ന 9 തലമുറയുടെ വരുമാനം 20% മുതൽ 50% വരെ ലഭ്യമാക്കുന്ന അവസരമാണ് ജനറേഷൻ ബോണസ് എന്ന് പറയുന്നത്. അടുത്തത് ഏറെ അട്രാക്റ്റീവ് ചെയ്ത ഒരു ഭാഗമാണ്. ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഒരു കമ്പനി പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ആദ്യത്തെ 500 സെയിൽസ് വോളിയം മാച്ച് ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ ആദ്യത്തെ റാങ്ക് ആയിട്ടുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ള റാങ്കിലേക്ക് എത്താണ്. അവിടെ നിന്ന് 500 അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോൾ 1000 മാച്ച് ചെയ്യുമ്പോഴാണ് ഈ കമ്പനിയുടെ സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലേക്ക് കയറുന്നത്. അവിടെ നിന്ന് വീണ്ടും ഒരു 1000 കൂടി അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ 2000 സെയിൽസ് വോളിയം മാച്ച് ചെയ്യുമ്പോഴാണ് സെയിൽസ് മാനേജർ എന്നുള്ള പൊസിഷനിലേക്ക് വരുന്നത്. അവിടെ നിന്ന് 2000 സെയിൽസ് വോളിയം മാച്ച് ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ള അവസരം ഓരോ വ്യക്തിക്കും ലഭ്യമാകാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഫാമിലിയെ പോലും കരുതലോടെ നോക്കുന്ന ഒരു സ്ഥാപനമാണ് ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത്. ഇത് ഈ കമ്പനിയുടെ മാത്രം പ്രത്യേകതയാണ്. അടുത്തത്, ഈ റാങ്കിൽ നിൽക്കുമ്പോൾ ഒരു മന്ത്ലി പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് തരാനായിട്ട് കമ്പനി നമുക്ക് വേണ്ടി സജ്ജമാണ്.
ഇവിടെ 3-ാം റാങ്കിൽ എത്തുകയും സെയിൽസ് മാനേജർ എന്ന റാങ്കിലേക്ക് എത്തുകയും ഒരു ക്രൈറ്റീരിയ ഉണ്ട്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും 300 സെയിൽസ് കൂടി മാച്ച് ചെയ്യുമ്പോഴാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ് കിട്ടുക. സാധാരണ സെയിൽസ് മാനേജർ എന്ന് പറയുമ്പോൾ 20 പേര് റൈറ്റ് സൈഡിലും 20 പേര് ലെഫ്റ്റ് സൈഡിലും ഉണ്ടാകും. അങ്ങനെ റൈറ്റിൽ 20ഉം ലെഫ്റ്റിൽ 20 ഉള്ളതിൽ 3 വ്യക്തികൾ 100 സെയിൽസ് വോളിയം കൊണ്ടുവന്നാൽ പോലും 300 മാച്ചിങ്ങിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഈ പെർഫോമൻസ് ബോണസ് റെഗുലർ ആയി കിട്ടാനുള്ള ഏറ്റവും വലിയ അവസരം. നമ്മളുടെ ഒന്ന് മനസ്സിലാക്കുക, ഒരു 10,000 മുതൽ ഒരു 20,000 വരെ നമുക്ക് മന്ത്ലി കിട്ടാനുള്ള അവസരമാണ് ഇവിടെയുള്ളത്. തീർച്ചയായിട്ടും ഈ അവസരം എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. അടുത്ത വരുമാനമാണ് കമ്പനിയുടെ ആനുവൽ പ്രോഫിറ്റ്. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഈ ബിസിനസ് അവസരം എന്ന് പറയുന്നത് ഒരു പാർട്ട്നേഴ്സ് ബിസിനസ് രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് കമ്പനിയുടെ 0.5% മുതൽ 1.5% വരെ ആനുവൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അടുത്ത ഒരു വരുമാനം എന്ന് പറയുന്നത് എന്നൊക്കെ വളരെയധികം ആങ്സൈറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വരുമാന രീതിയാണ്. കാരണം കമ്പനിയുടെ 6ാമത്തെ റാങ്ക് ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്നുള്ള പൊസിഷനിലേക്ക് ഞാൻ കടക്കുമ്പോൾ കമ്പനി എനിക്ക് ബൈക്ക് ഫണ്ട് എന്ന് പറഞ്ഞിട്ട്, റൈഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് 50,000 രൂപ എനിക്ക് തരാണ്. എനിക്ക് ബൈക്ക് വാങ്ങണോ, എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ തീർക്കണോ എന്നൊക്കെ എൻ്റെ തീരുമാനമാണ്. പക്ഷേ കമ്പനി 50,000 രൂപ ഒറ്റ പേയ്മെന്റിൽ, പല തവണയല്ല കേട്ടോ, ഒറ്റ പേയ്മെന്റിൽ TDS കട്ട് ചെയ്തിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും മനോഹാരിത. അടുത്തത് കമ്പനിയുടെ 10ാമത്തെ റാങ്കിലേക്ക് ഞാൻ കടക്കുമ്പോൾ, സോണൽ സെയിൽസ് ടീം മാനേജർ എന്നുള്ള പൊസിഷനിലേക്ക് ഞാൻ മാറുമ്പോൾ കമ്പനി 5 ലക്ഷം കാർ ഫണ്ടായിട്ട് എനിക്ക് നൽകാം. അവിടുന്ന് കമ്പനിയുടെ 11ാമത്തെ റാങ്കിലേക്ക് ഞാൻ കടക്കുമ്പോൾ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന പൊസിഷനിലേക്കാണ് ഞാൻ കടക്കുക. അങ്ങനെ കടക്കുമ്പോൾ എനിക്ക് ഫാമിലി ഇന്റർനാഷണൽ ട്രിപ്പാണ് കമ്പനി നൽകുന്നത്. ദെൻ നെക്സ്റ്റ് എനിക്ക് കമ്പനി 12ാമത്തെ റാങ്കിലേക്ക് കടക്കുമ്പോൾ നാഷണൽ സെയിൽസ് മാനേജർ എന്നുള്ള പൊസിഷനിലേക്ക് ഞാൻ മാറുമ്പോൾ കമ്പനി പ്രീമിയം കാർ ഫണ്ടായിട്ട് 50 ലക്ഷം രൂപ ഒറ്റ പേയ്മെന്റിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് തരികയാണ്. ദെൻ ദ ലാസ്റ്റ് കമ്പനിയുടെ 13ാമത്തെ റാങ്ക് നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്നുള്ള പൊസിഷനിലേക്ക് ഞാൻ മാറുമ്പോൾ കമ്പനിയുടെ ഹാപ്പി ഹോം ഫണ്ടായിട്ടുള്ള, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, 1,50,50,000 രൂപ റിവാർഡായിട്ടും 2 കോടി രൂപ റൈറ്റും ലെഫ്റ്റുള്ള ടീമിലൂടെ നടക്കുന്ന ബിസിനസ്സിന്റെ മാച്ചിങ് ആയിട്ടും ജനറേഷൻ ബോണസ് ആയിട്ടും ഒക്കെ നമുക്ക് നൽകുമ്പോൾ അറൗണ്ട് 4 CR അബവ് ആണ് നമുക്ക് ലഭിക്കാനുള്ള അവസരം ഇവിടെയുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഈ കമ്പനിയുടെ സിസ്റ്റമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്നുള്ള പൊസിഷൻ ആണെങ്കിൽ അവിടെ നിന്ന് കമ്പനിയുടെ 13 റാങ്കുകൾ അച്ചീവ് ചെയ്യുമ്പോൾ നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്നുള്ള പൊസിഷനിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ 1 കോടി രൂപ വരുമാനത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ആ 1 കോടി റിവാർഡായിട്ടാണ് 13ാമത്തെ റാങ്കിൽ കിട്ടുന്നതെങ്കിൽ ടീമിലൂടെ മാച്ച് ചെയ്യുമ്പോഴാണ് 2 കോടി രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഈ തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കമ്പനിയുടെ ഫിജിറ്റൽ അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. എല്ലാ ശനിയാഴ്ചകളിലും കമ്പനിയുടെ 11 മണിക്കുള്ള BOP തൃശ്ശൂരും മറ്റ് പല സ്ഥലങ്ങളിൽ പല ദിവസങ്ങളിലായിട്ട് ഫിജിറ്റൽ അക്കാദമിയുടെ ഭാഗമായിട്ട് പ്രവർത്തനം നടക്കും. അതുപോലെ ടീം തലത്തിൽ പല അക്കാദമികളും നടക്കും. അങ്ങനെ ഇവിടെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു പ്രൊഫഷണൽ ഫിജിക്കാർഡ് പ്രവർത്തകനായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക. ഈ ബിസിനസിന്റെ ഭാഗമായി പ്രോസ്പെക്ടിംഗ് ലിസ്റ്റ് കറക്റ്റായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഈ അവസരങ്ങൾ പുറത്തേക്ക് അറിയിച്ച് കൃത്യമായി ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് നല്ലൊരു ടീം വർക്കിലൂടെ ഫോളോ അപ്പിലൂടെ നല്ലൊരു ബിസിനസ് അപ്രോച്ചിങ് ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മൾ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അപ്പോൾ ഇവിടെ നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ്, അതുപോലെ ലോജിസ്റ്റിക്കൽ ഡിവിഷൻ ഒക്കെ നമ്മുടെ തൃശ്ശൂരാണ്. പിന്നെ കർണാടകയും തമിഴ്നാടും റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസുകളുണ്ട്. ഈ രീതിയിൽ സുശക്തമായിട്ടുള്ള ഒരു ബിസിനസ് അവസരമാണ് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ കമ്പനി വെച്ച് തരുന്നത്. നമുക്കിവിടെ ഒരു ടീമായിക്കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ആ രീതിയിൽ ഏറ്റവും നല്ല ഭംഗിയിൽ ആ ടീം വർക്കിന്റെ ശക്തി നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഭംഗിയിൽ നമുക്ക് മുന്നോട്ടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം ഈ പ്രോഗ്രാം കേട്ട നിങ്ങൾ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശനം നിർത്തുന്നു. താങ്ക് യു. സൈനിങ് ഓഫ് ജിറ്റോ, ഫിജിക്കാർഡ് ഇ-കൊമേഴ്സ്. താങ്ക് യു.